പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും കടക്കുന്നത്. കാരണം ലോകമെങ്ങും വലിയ ആശങ്കയിലാണ്. ഈ യുദ്ധം ഉടനെ അവസാനിക്കില്ലേ, സമാധാനം പുലരില്ലേ എന്നൊക്കെയുള്ള ആശങ്ക എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. ഇറാനെതിരെയുള്ള യുദ്ധം നീളുമെന്നും കൂടുതൽ കടുക്കുമെന്നുമുള്ള സൂചന നൽകുകയാണ് അമേരിക്ക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് US പൗരന്മാർ മടങ്ങണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ട്രംപ്. ആകാശത്ത് ഇന്ധനം നിറക്കുന്ന കൂടുതൽ യുദ്ധവിമാനങ്ങൾ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയക്കുകയാണ്. വേണ്ടിവന്നാൽ കരയുദ്ധം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിയാദിലെ US എംബസിയിൽ സ്ഫോടനമുണ്ടായി. എംബസി ആക്രമണത്തിന് ഉടൻ മറുപടി നൽകുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. വിവരങ്ങളുമായി BK സുഹൈൽ ചേരുകയാണ്. സുഹൈൽ, ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ പ്രതികരണം നോക്കിയാൽ ഈ GCC രാജ്യങ്ങളിൽ നിന്ന് 15ഓളം രാജ്യങ്ങളിൽ നിന്ന് ഉടൻ തന്നെ US പൗരന്മാർ മടങ്ങണമെന്ന നിർദ്ദേശം നൽകുന്നു. കൂടുതൽ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നു. കരയുദ്ധം അത് ആസന്നമാണ് എന്ന പ്രതികരണം കൂടി ട്രംപിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇറാനിലേക്ക് സേനയയച്ച് കരസേനയയച്ച് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ, വെനസ്വേലയിലൊക്കെ കണ്ടതുപോലെ അവിടെയുള്ള ഭരണ നേതൃത്വത്തെ മുഴുവൻ മാറ്റിക്കൊണ്ട് അവിടെ ഒരു പുതിയ ഭരണ നേതൃത്വം കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ട്രംപ് എന്ന് വേണം വിലയിരുത്താൻ. ദിവ്യ, ഇപ്പോൾ ട്രംപ് നൽകുന്ന ഒന്ന് രണ്ട് സന്ദേശങ്ങൾ അത് ഏറെ നിർണായകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ റിയാദ് എംബസിക്ക് നേരെ ഉണ്ടായ US എംബസിക്ക് നേരെ ഉണ്ടായ ആക്രമണം അതിന് കനത്ത തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള ഗൾഫ് രാജ്യങ്ങളെ കൂടി ഈ യുദ്ധത്തിലേക്ക് തള്ളിവിടുക എന്ന ഒരു ലക്ഷ്യം ട്രംപിനുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയം കുറേ ദിവസങ്ങളായി ഉയരുന്നു. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നേരിട്ട് ഇറാനെ ആക്രമിക്കണമോ എന്നുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അറബ് രാജ്യങ്ങളിലുള്ള മാധ്യമങ്ങൾ പോലും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സ്വാഭാവികമായും ഇറാനും ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും നടക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു കരയുദ്ധം വരെ വേണ്ടിവരും എന്ന് അമേരിക്ക പറയുന്നു. ഒപ്പം ഈ ഗൾഫ് മേഖലയിൽ നിന്ന് സൗദിയും ഖത്തറും UAEയും ബഹ്റൈനും ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിൽ നിന്ന് എല്ലാ അമേരിക്കക്കാരും എത്രയും പെട്ടെന്ന് മടങ്ങണം എന്ന് അമേരിക്ക പറയുമ്പോൾ അത് വെറുതെ ആകില്ല എന്ന് സ്വാഭാവികമായും അറിയാം. അത് ഈ മേഖലയിലേക്കാകെ സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം ഈ മേഖലയിൽ നിന്ന് ആളുകൾ മടങ്ങുക ഒരു 15 രാജ്യങ്ങൾ എണ്ണിക്കൊണ്ടാണ് ഇവിടെ നിന്നെല്ലാം US പൗരന്മാർ പോകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പ് കിട്ടിയ ഉടനെ അത്തരം ഇടങ്ങളിലെല്ലാം വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ യുദ്ധങ്ങളുടെയൊക്കെ ചരിത്രമെടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് വലിയ ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. ഇറാൻ്റെ അടി കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വ്യത്യസ്തതയുണ്ടായിരുന്നു. ആദ്യ ദിനങ്ങളിൽ US അസറ്റുകൾക്ക് നേരെ, പ്രത്യേകിച്ചും ബേസുകൾക്ക് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ, ഈ എണ്ണ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ കൂടി അവർ ആക്രമണം നടത്തുകയുണ്ടായി. സൗദിയിലെ അരാംകോ, അതേപോലെ തന്നെ ഖത്തറിലെ CNG കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിലേക്കെല്ലാം തന്നെ അവരുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ആശങ്ക പടരുന്നത്. ഒപ്പം നമ്മൾ ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാനിൽ കനത്ത ആക്രമണം ഇസ്രായേലും അമേരിക്കയും തുടരുന്നു. അവരുടെ സ്റ്റേറ്റ് TV ബ്രോഡ്കാസ്റ്റ് അടിച്ച് തകർത്തു, വലിയ ബോംബിട്ട് തകർത്തു എന്നുള്ള വാർത്തകൾ വരുന്നു. ബെയ്റൂത്തിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അൽമനാർ TV എന്ന് പറയുന്നത് പൊതുവെ ഹിസ്ബുള്ള അനുകൂലമായിട്ടുള്ള TV ആണ്. ആ TVക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഹിസ്ബുള്ളയുടെ മേധാവിയെ വധിക്കും എന്ന വലിയ ഭീഷണി മുഴക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെ മേഖലയിലാകെ തീയിടുക എന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും പോവുകയാണ്. വലിയ യുദ്ധസന്നാഹങ്ങൾ വീണ്ടും ഒരുക്കുകയാണ് അമേരിക്ക. നമുക്കറിയാം, ഇപ്പോൾ ഈ പശ്ചിമേഷ്യക്ക് ചുറ്റും അമേരിക്ക ഒരുക്കിയിട്ടുള്ള ഈ യുദ്ധസന്നാഹങ്ങൾ USS ജെറാർഡ് ആർ ഫോർഡ്, അതേപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ അടക്കമുള്ള വലിയ യുദ്ധക്കപ്പലുകളുണ്ട്. പക്ഷേ ആ യുദ്ധക്കപ്പലുകൾക്കെല്ലാം ഒരു മാസത്തിലധികം നിലനിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ചും അവരുടെ ഇന്ധനം തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും. ഈ ഘട്ടത്തിലാണ് കൂടുതൽ സന്നാഹങ്ങൾ ഈ മേഖലയിലേക്ക് അയക്കും എന്ന് അമേരിക്ക അയക്കുന്നത്. പെൻറ്റഗൺ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആകാശത്ത് ഇന്ധനം നിറക്കാവുന്ന വലിയ യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഈ മേഖലയിലേക്ക് അയക്കുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ പശ്ചിമേഷ്യയിലേക്ക് ഇത്രയേറെ വലിയ സൈനിക സന്നാഹങ്ങൾ മുമ്പ് ഒരുക്കിയിട്ടില്ല. അപ്പോൾ കടൽ മാർഗവും കരമാർഗവും വ്യോമമാർഗവും വലിയ തോതിലുള്ള യുദ്ധസന്നാഹങ്ങൾ വീണ്ടും ഇവിടേക്ക് ഒരുക്കുകയാണ് അമേരിക്ക.
ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം പൂർണ്ണമായും അമേരിക്കയെ മാറ്റിയെടുക്കുക, പൂർണ്ണമായും ഇറാനെ മാറ്റിയെടുക്കുക, അവിടെയുള്ള ഭരണത്തെ മാറ്റുക എന്ന റെജിം ചേഞ്ചിന് വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇപ്പുറത്ത് IRGC അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന, ഇറാന് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള അടിക്ക് പുറമെ തന്നെ ഹോർമുസ് കടലിടുക്ക് അടക്കുന്നു. അങ്ങനെ വ്യാപാര മേഖലയിലും എങ്ങനെയാണ് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന ആലോചനകൾ, അതേപോലെ തന്നെ സന്നാഹങ്ങൾ ഇറാനും തുടരുകയാണ്. അല്ല സുഹേൽ, നോക്കൂ, ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ വേണ്ടതില്ല, സമാധാനം കൊണ്ടുവരണം, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ്. അതിപ്പോൾ ഒമാൻ ആയാലും ഖത്തർ ആയാലും സൗദി ആയാലും എല്ലാ തരത്തിലുമുള്ള സംഘർഷ മേഖലകളിൽ അവർ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നവരാണ്. നയതന്ത്രത്തിലൂടെ പരിഹാരം കൊണ്ടുവരണം എന്ന് ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ നോക്കൂ, അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ്, അതിനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വലിയ രീതിയിൽ നടക്കാതെ പോകുന്നത്? ആ ശ്രമങ്ങൾ ദിവ്യ നടത്താത്തതല്ല. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും ഖത്തറും സൗദിയും UAEയും എല്ലാം ട്രംപിന് മുമ്പിൽ വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് പോകരുത്, യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തങ്ങളുടെ എല്ലാം ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും വലിയ ഭീഷണിയായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പല വട്ടത്തിൽ ചർച്ചകൾ നടന്നത്. ഒമാൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെല്ലാം തന്നെ 1, 2, 3 ചർച്ചകൾ നടന്നു. ആ ചർച്ചകളൊക്കെ ഈ അറബ് രാജ്യങ്ങളെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കബളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം വലിയ ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ സമ്മർദ്ദമുണ്ട് യുദ്ധത്തിലേക്ക് പോകാൻ, ഇസ്രായേലി ലോബി നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് ഈ രാജ്യങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് പല ചർച്ചകളിലേക്ക് പോയി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചർച്ച എന്ന പ്രതീതി ഉണ്ടാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് വലിയ സൈനിക സന്നാഹങ്ങൾ ഇവിടേക്ക് ഒരുക്കുകയും ചെയ്തത്. ആത്മാർത്ഥമായി ഈ ചർച്ചയിലൊന്നും ഡൊണാൾഡ് ട്രംപിന് താല്പര്യമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ യുദ്ധസന്നാഹങ്ങൾ. അതെല്ലാം ഈ ചർച്ചയിൽ ഇറാനെ പരമാവധി കാര്യങ്ങളിലേക്ക് സമ്മർദ്ദം ചെലുത്താനാണ് എന്നൊരു നെഗറ്റീവ് സൃഷ്ടിക്കുകയും അങ്ങനെ അറബ് രാജ്യങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്ക എടുത്തു ചാടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപിന് മുകളിൽ തുടരും എന്ന് തന്നെ നമുക്കറിയാം. പക്ഷേ അത്തരം സമ്മർദ്ദങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ ഇപ്പോൾ ട്രംപ് തയ്യാറല്ല. ട്രംപ് പറയുന്നത് ഇത് ബെസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് എന്നുള്ളതാണ്. ഇറാനെ അടിക്കാനും ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുമുള്ള അവസാനത്തെ ഏറ്റവും നല്ല ചാൻസ് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ട്രംപ് വിചാരിക്കുന്നത്. പെൻറ്റഗൺ ആ തരത്തിലുള്ള ഒരു ഉറപ്പ് ട്രംപിന് നൽകിയിട്ടുമുണ്ട്. ഞങ്ങൾക്ക് കഴിയും ഈ ഭരണകൂടത്തെ മാറ്റാൻ എന്ന് പെൻറ്റഗണും അതേപോലെ തന്നെ CIA നൽകിയിട്ടുള്ള ഉറപ്പിൻ്റെയും ഗ്യാരണ്ടിയുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ യുദ്ധങ്ങളൊന്നും തുടങ്ങില്ല എന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ ഈ മേഖലയിലെ ഏറ്റവും വലിയ യുദ്ധത്തിൻ്റെ ഒരു പക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും ദയനീയമായ കാഴ്ച നമ്മൾ കാണുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സിദ്ധാന്തത്തിൻ്റെ ആ ടീമിൻ്റെ ഭാഗമായി അമേരിക്ക ഫസ്റ്റ് എന്ന നയം സ്വീകരിച്ചിരുന്ന ട്രംപാണിപ്പോൾ വീണ്ടും വീണ്ടും യുദ്ധക്കൊതിയനായി ആ യുദ്ധത്തിൻ്റെ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുവെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരെല്ലാം യുദ്ധം തുടങ്ങി വെച്ചവരാണ് എന്നും അമേരിക്കയിലെ നിരവധി സൈനികരെ കൊലക്ക് കൊടുത്തവരാണ് എന്നും അതേപോലെ തന്നെ യുദ്ധങ്ങൾ നീട്ടിക്കൊണ്ടുപോയവരാണ് എന്നുമായിരുന്നു പൊതുവെ ട്രംപിൻ്റെയും മാഗ ടീമിൻ്റെയും ഒരു പ്രഖ്യാപനം, ഒരു വിമർശനം. പക്ഷേ അത് അതേപോലെ തന്നെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്.